ദി ഹോണ്ടിങ് ഓഫ് സ്മോൾ ഫാമിലി 1970-80 കാലഘട്ടത്തിൽ പെൻസിൽവാനിയയിലെ വെസ്റ്റ് പിറ്റ്സണിൽ താമസിച്ചിരുന്ന സ്മോൾ കുടുംബം അവരുടെ വീട്ടിൽ ഒരു ദുഷ്ടശക്തി ഭീകരമായി അവരുടെ ജീവിതം കെടുത്തിയതായി റിപ്പോർട്ട് ചെയ്തു. ജാക്ക്, ജാനറ്റ് സ്മോൾ എന്നിവർ അവരുടെ കുട്ടികളോടൊപ്പം വർഷങ്ങളായി സംഭവിച്ചുവന്ന ഭീകരമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആദ്യമൊക്കെ സംഭവങ്ങൾ ചെറുതായിരുന്നു. സ്ട്രേഞ്ച് ആയിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കുക, അസഹ്യമായ ദുർഗന്ധങ്ങൾ, ഉപകരണങ്ങൾ സ്വയം പ്രവർത്തിക്കുന്നത്, ഇതൊക്കെയായിരുന്നു. പക്ഷേ ഇത് ക്രമേണ ഭയാനകമായി മാറി. ഇരുണ്ട പ്രതിരൂപങ്ങൾ വീട്ടിനുള്ളിൽ കാണുകയും ഒഴിഞ്ഞ മുറികളിൽ നിന്നും നിഗൂഢമായ ശബ്ദങ്ങൾ കേൾക്കുകയും വീടിൻ്റെ മതിലുകളിൽ നഖമുറിയുന്ന പാടുകൾ കാണപ്പെടുകയും ചെയ്തു. ജാക്ക് സ്മോൾ ഒരു കാണാൻ കഴിയാത്ത ശക്തിയാൽ ഭയാനകമായി ആക്രമിക്കപ്പെട്ടതായി പറഞ്ഞു. ജാനറ്റ് അവളെ രാത്രി പിടിച്ചുകിടത്തിയതായി റിപ്പോർട്ട് ചെയ്തു. ആ ഫാമിലി അനാവശ്യമായ ശബ്ദങ്ങൾ കേൾക്കുകയും കടുത്ത ഭയത്തിൽ കഴിയുകയും ചെയ്തു. അവരുടെ നായയെപ്പോലും ഒരു അദൃശ്യ ശക്തി മതിലിനോട് ഇടിച്ചെറിഞ്ഞു. നിരാശരായി കുടുംബം പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സായ എഡ് ആൻഡ് ലോറൻ വാരൻസിനോട് സഹായം തേടി. വാരൻസ് വീട്ടിലൊരു ശക്തിയേറിയ ഭീകരാത്മാവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തി. അവർ വീട്ടിൽ പ്രാർത്ഥനകളും ആചാരങ്ങളും നടത്തി. പക്ഷേ ദുഷ്ടശക്തി അതിൻ്റെ ശക്തി വർദ്ധിപ്പിച്ച് തിരിച്ചും ആക്രമിച്ചു. 1987 നീണ്ടുപോയ ദുരന്തം സഹിക്കാൻ കഴിയാതെ കുടുംബം ആ വീട് വിട്ടുപോയി. പക്ഷേ അവർ പോയതിനു ശേഷവും ആ വീട് ഭയാനകമായി തന്നെ നിലനിന്നുവെന്നും ചിലർ പറയുന്നു. സ്മോൾ കുടുംബത്തിൻ്റെ ഈ കഥ അമേരിക്കൻ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും ഭയാനകമായ ട്രൂ സ്റ്റോറികളിലൊന്നാണ്. ചിലർ ഇത് കള്ളക്കഥയാണെന്നും എക്സാജറേറ്റ് ചെയ്തതാണെന്നും കരുതിയെങ്കിലും കുടുംബം അതിൻ്റെ യാഥാർത്ഥ്യം ഉറപ്പിച്ചു.